ഒരു ടേബിൾ ടോപ്പ് ഗ്രൈൻഡറിൻ്റെ മോട്ടോർ വൈൻഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ടേബിൾ ടോപ്പ് ഗ്രൈൻഡറിൽ സാധാരണ വരുന്ന മോട്ടർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ കമ്പനിയിലും വരുന്നത് അലുമിനിയം വൈൻഡിങ് ആണ്. റെയറായിട്ട് ചില സ്റ്റാൻഡേർഡ് കമ്പനികളിൽ മാത്രമേ കോപ്പർ വൈൻഡിങ് വരുന്നുള്ളൂ. മാക്സിമം അല്ലാതെ വരുന്ന എല്ലാ കമ്പനിയുടെ മോട്ടറുകളും അലുമിനിയം വൈൻഡിങ് ആണ്. അപ്പോൾ ഇത് ലക്ഷ്മി എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു ലോക്കൽ ഗ്രൈൻഡർ മോട്ടറാണ്. അപ്പോൾ ഇതിൽ മാക്സിമം അലുമിനിയം വൈൻഡിങ് ആയിരിക്കും. അത് ഏതാണെന്നുള്ളത് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ അലുമിനിയം വൈൻഡിങ് വരുന്ന മോട്ടറുകളിൽ മാക്സിമം പോകുന്നത് ലീഡാണ്. അതിൻ്റെ ലീഡ് വയറും ഈ വൈൻഡിങ് കമ്പിയും തമ്മിലുള്ള ബന്ധം കട്ടാകുമ്പോഴാണ് ഇതിൽ കണ്ടിന്യൂറ്റി കിട്ടാതെ വരുന്നത്. അല്ലാതെ വൈൻഡിങ് കത്തിപ്പോകുന്നത് റെയറാണ്. ടേബിൾ ടോപ്പിൽ മാക്സിമം അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് അധികം വരാറില്ല. അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം ലീഡ് പോയാലും ഫുൾ വൈൻഡിങ് അങ്ങ് മാറ്റും. ലീഡ് വയർ മാത്രം കണക്ട് ചെയ്ത് റെഡിയാക്കാറില്ല. ലീഡ് കത്തിപ്പോയിട്ടുണ്ടെങ്കിലും ഫുള്ള് അലുമിനിയം മാറ്റി കോപ്പർ വൈൻഡിങ് ചെയ്താണ് സെറ്റ് ചെയ്യാറുള്ളത്. സാധാരണ മോട്ടറുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വൈൻഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ജോയിൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതിനുള്ള ജോയിൻറ്റ് ഫ്രീ ബാർമർ ഉണ്ടെങ്കിൽ വൈൻഡിങ് മെഷീനിലിട്ട് ജോയിൻ്റ് ഇല്ലാതെ 6 സെറ്റ് വൈൻഡിങ്ങും ഒരുമിച്ച് ചുറ്റിയെടുത്തിട്ട് ഇതിനകത്ത് ഇറക്കി കഴിഞ്ഞാൽ ജോയിൻ്റ് ഇല്ലാതെ തന്നെ വെറും ലീഡിൻ്റെ ഒരു ജോയിൻറ്റ് മാത്രമേ വരുള്ളൂ. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ 2 എൻഡ്, അതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ 2 എൻഡ് വരും. അപ്പോൾ ആ 4 എൻഡ് കണക്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പൊളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ലീഡ് ഏത് സൈഡ് വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ നമ്മുടെ പുള്ളിയുടെ സൈഡാണ് വന്നിരിക്കുന്നത്. ചിലതിൽ ലീഫിൻ്റെ സൈഡ് വരും. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുന്നത്. മാക്സിമം റെയറായിട്ട് ചില മോഡലിൽ മാത്രമേ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നുള്ളൂ. ഈ പൊസിഷനിൽ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നുള്ളൂ. മാക്സിമം എല്ലാ മോട്ടറുകളിലും ക്ലോക്ക് വൈസ് തന്നെയാണ്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, 4 വയർ പുറത്തേക്ക് എടുക്കണം. സ്റ്റാർട്ടിങ്ങിൻ്റെ 2ഉം റണ്ണിങ്ങിൻ്റെ 2ഉം സെപ്പറേറ്റ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു കംപ്ലൈൻറ്റ് കപ്പാസിറ്റർ പോകുന്നത്. അപ്പോൾ അത് സാധാരണ മിക്കവാറും എല്ലാ ഗ്രൈൻഡറിലും വരുന്ന ഒരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പീഡ് കുറഞ്ഞ് കറങ്ങാം, അതുപോലെ അരിയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ ലോഡ് എടുക്കാതിരിക്കാം. അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ പുള്ളിയുടെ സൈഡാണ് ലീഡ് വരുന്നത്. നമ്മൾ ലീഫിൻ്റെ സൈഡ് ലീഡിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഹോള് ലീഫിൻ്റെ സൈഡിലില്ല. വയർ പുറത്തേക്ക് എടുക്കാനുള്ള ഹോള് വരുന്നത് പുള്ളിയുടെ സൈഡാണ്. ആ കവറിലാണ് വരുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ കവറിനെ ഇളക്കി തിരിച്ചിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ ആദ്യമേ അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാകും. അപ്പോൾ ഇതിൻ്റെ ലീഫ് ആദ്യം ഇളക്കിയെടുക്കണം. ചിലതിലിവിടെ സർക്ലിപ്പ് വരും, ഇതിൽ സർക്ലിപ്പില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. പുള്ളറുള്ളവർക്ക് ഇതുപോലെ പുള്ളർ ഉപയോഗിച്ച് ഈ കവറിനെ പുള്ളി ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ സൈഡ് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കൊണ്ട് പതുക്കെ തട്ടി ഇളക്കിയെടുക്കാം. പക്ഷേ അത് ശ്രദ്ധിക്കണം, അലുമിനിയം ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇത് പുള്ളറുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളർ വെച്ച് പുള്ളി ചെയ്തെടുക്കുന്നതാണ് എളുപ്പം. ഇതാണ് ഇതിൻ്റെ കോർ മാത്രമായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് റീവൈൻഡ് ചെയ്താലേ റെഡി ആവുള്ളൂ. അത് അലുമിനിയമാണോ കോപ്പറാണെന്നുള്ളത് നോക്കാം. ഇതിലെ പഴയ വൈൻഡിങ് അലുമിനിയമാണ്. അപ്പോൾ ഇതിനെ റീവൈൻഡിങ് ചെയ്യുമ്പോൾ കോപ്പർ വൈൻഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ അലുമിനിയം വൈൻഡിങ് വരുന്ന മോട്ടറുകളിലെ വൈൻഡിങ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കാർപ്പൻ്റർ ഉളി, 1/2 ഇഞ്ചിൻ്റെ ഒരു കാർപ്പൻ്റർ ഉളി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കോറ് പിരിഞ്ഞു പോകാതെ നോക്കിക്കൊള്ളണം. ഈ സൈഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് ചരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോറും കൂടെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കോറ് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം.
ഈ ഉളിയുടെ കട്ടിംഗ് എഡ്ജ് ടേപ്പറായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡ്. അപ്പോൾ ആ ടേപ്പർ വരുന്ന സൈഡ് ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോറ് പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കോപ്പറാണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ഇതുപോലെ ഉളി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അലുമിനിയം ആയതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ കട്ടായി പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ നിന്ന് ഊരിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ലോക്കൽ മോട്ടറുകളുടെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ടേൺസിൻ്റെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ച് ഇതിൻ്റെ എണ്ണം എടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാം. അതുപോലെ ഇതിൽ ഈ ടൈപ്പ് മോട്ടറിൽ വരുന്ന കോപ്പറിൻ്റെ ഗേജ് 28 SWG റണ്ണിങ്ങും 30 SWG സ്റ്റാർട്ടിങ്ങാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡായിട്ട് അതേ സൈസിലുള്ള കോപ്പർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിൽ കോപ്പറെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വൈൻഡിങ്ങിനുള്ള ഇൻസുലേഷന് വേണ്ടിയിട്ട് പേപ്പർ വയ്ക്കണം. അപ്പോൾ ഇതിലേക്കുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പർ കട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പൊരു കംപ്രസർ മോട്ടോർ വൈൻഡിങ്ങിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി വൈൻഡിങ് ഇതിനുള്ളിൽ ഇറക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വയ്ക്കാനുള്ള പേപ്പറാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്താണ് അതിൻ്റെ പുറത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ പേപ്പർ അളവെടുക്കുമ്പോൾ ഇതുപോലെ 2 സൈഡും കവറിങ് കിട്ടുന്ന വിധത്തിലുള്ള അളവായിരിക്കണം എടുക്കേണ്ടത്. പേപ്പർ വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലേക്കും കോറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു 1/2 സെൻറ്റിമീറ്ററെങ്കിലും മിനിമം വരുന്ന വിധത്തിലാണ് പേപ്പർ കട്ട് ചെയ്യേണ്ടത്. കോറിൻ്റെ ലെങ്ത്തിനേക്കാളും എക്സ്ട്രാ 1 സെൻറ്റിമീറ്റർ കൂട്ടി കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ പേപ്പറിൻ്റെ എൻഡ് മടക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിൽ. അതുകൊണ്ട് പണിക്കും കുറച്ച് എളുപ്പമാണ്, മടക്കുന്ന അത്രയും സമയം ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പേപ്പർ മടക്കുന്നില്ല. കമ്പനിയിൽ നിന്ന് വൈൻഡ് ചെയ്ത് വരുന്ന മോട്ടറിലും ഇതിൻ്റെ അറ്റം മടക്കി ഇതുവരെ മാക്സിമം കണ്ടിട്ടില്ല. ഏകദേശം എല്ലാ മോട്ടറുകളിലും ഇതുപോലെ തന്നെയാണ് പേപ്പർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിൽ മടക്കുന്നില്ല. മടക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം, അത് വേറെ പ്രശ്നമൊന്നുമില്ല. മടക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഈ സൈഡിലേക്ക് ഊരിപ്പോകാനുള്ള സാധ്യതയില്ല. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പേപ്പർ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൽ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.